എംജി എന്ന കമ്പനി അവരുടെ 3 ഇലക്ട്രിക് വാഹനങ്ങളിലും ബാറ്ററി വാടകയ്ക്ക് കൊടുക്കുന്ന ഒരു സ്കീം ഇറക്കി. ബാസ് ബാറ്ററി ആസ് എ സർവീസ്. ആ സ്കീമിൽ ബാറ്ററിയുടെ വാടക, ഏതൊക്കെയാണ് സ്കീം, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ ഇന്നത്തെ വീഡിയോയിൽ. നമസ്കാരം, കാർ ഇൻഫോ എന്ന ചാനലിലേക്ക് സ്വാഗതം. എംജിക്ക് 3 വാഹനങ്ങളുണ്ട്. ഏറ്റവും ചെറിയ വാഹനമായ എംജി കോമറ്റ്, ഏറ്റവും പുതിയ വാഹനമായ എംജിയുടെ തന്നെ വിൻസർ, പിന്നെയുള്ളത് എംജി ZS എന്ന് പറയുന്നൊരു മോഡൽ. അതാണ് ഏറ്റവും വില കൂടിയ വാഹനം, ZS. ഈ ബാസ് എന്ന സ്കീമിന്റെ ഡീറ്റെയിൽസ് നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. അതുവഴി വാഹനത്തിന്റെ എക്സ്-ഷോറൂം പ്രൈസിൽ നല്ല രീതിയിലുള്ള വില വ്യത്യാസം വരുന്നു. അത് മുഖേന റോഡ് ടാക്സിലും ഇൻഷുറൻസിലും നമുക്ക് ലാഭം കിട്ടും. ബാറ്ററി മാത്രം മറ്റൊരു സ്ഥലത്തുനിന്ന് വാടകയ്ക്ക് നൽകുന്നു, മറ്റൊരു സ്കീം വഴി. അങ്ങനെ ബാറ്ററി വാടകയ്ക്ക് നൽകുന്നത് 4 ഫിനാൻസിങ് കമ്പനിക്കാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. ബാറ്ററി ഷോറൂം നമുക്ക് നൽകുന്നു, പക്ഷെ ഈ ബാറ്ററിയുടെ വാടക നമ്മൾ ആ ഫിനാൻസ് കമ്പനിക്ക് കൊടുക്കണം. നമുക്കപ്പം ഒന്നാമത്തെ കമ്പനിയായ ബജാജ് എന്ന് പറഞ്ഞ കമ്പനിയുണ്ട്. അവരുടെ സ്കീം നോക്കാം. അതിൽ എംജി കോമറ്റ് എന്ന് പറഞ്ഞ വാഹനത്തിന് 2 രൂപ 50 പൈസയാണ് കിലോമീറ്ററിന്. അതുപോലെ തന്നെ വിൻസറിന് 3 രൂപ 50 പൈസ. ലാസ്റ്റ് ഏറ്റവും ഉയർന്ന വാഹനമായ ZSന് 4 രൂപ 50 പൈസ. അപ്പൊ ഈ ഒരു സ്കീമിലായിരിക്കും ഇവർ വാഹനം വാടകയ്ക്ക് നൽകുന്നത്. അതായത് ഒരു മാസത്തേക്ക് 1500 കിലോമീറ്റർ എന്ന രീതി കണക്കാക്കി, ഇപ്പൊ ഒരു എംജി കോമറ്റ് ആണെങ്കിൽ 2 രൂപ 50 പൈസ ഇൻറ്റു 1500, ഇപ്പൊ വിൻസർ ആണെങ്കിൽ 3 രൂപ 50 പൈസ ഇൻറ്റു 1500, അങ്ങനെയാണ് കണക്കാക്കുന്നത്. അപ്പൊ ഏത് വാഹനമാണോ നിങ്ങൾ എടുക്കുന്നത്, നമുക്ക് എല്ലാത്തിന്റെയും വില ഞാൻ പറയുന്നില്ല, നമുക്കിപ്പോ 3 രൂപ 50 പൈസയുടെ എടുക്കാം. അപ്പൊ 3 രൂപ 50 പൈസ ഇൻറ്റു 1500 കിലോമീറ്റർ ഓടും എന്ന് വിചാരിച്ചുകൊണ്ട് 5250 രൂപ അവർക്ക് മാസം നൽകിയിരിക്കണം. ബാറ്ററി ആസ് എ സർവീസ് ആയതുകൊണ്ട് ഇതിന് ടാക്സ് വരുമോ ഇല്ലയോ എന്ന് ഇപ്പൊ പറയാൻ പറ്റത്തില്ല. സ്കീമിന്റെ ഡീറ്റെയിൽസ് വരുമ്പോൾ ഞങ്ങൾ അതിനനുസരിച്ചുള്ള വീഡിയോകൾ ചെയ്യുന്നതായിരിക്കും. ഇതേപോലത്തെ കാര്യങ്ങൾ അറിയണമെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. ഒരു മാസം 1500 കിലോമീറ്റർ കൂടുതൽ ഓടിയാലും ഇല്ലെങ്കിലും ഈ എമൗണ്ട് ഇവർക്ക് നൽകണം. കൂടുതൽ ഓടിയാൽ കൂടുതൽ പൈസ കൊടുക്കണ്ട, ഫിക്സ്ഡ് എമൗണ്ട് ആണ് ഈ 5250. പിന്നെ അടുത്ത കമ്പനിയാണ് ഹീറോ ഫിൻകോർപ്പ്. അതിന്റെ സ്കീം നമുക്ക് മറ്റൊന്നാണ്. അത് നമുക്ക് നോക്കാം എങ്ങനെയാണ്. അതിനും നമുക്ക് 3 രൂപ 50 പൈസ ഒരു കിലോമീറ്റർ എന്ന നിലയിൽ 1500 കിലോമീറ്റർ തന്നെ നമുക്ക് എടുക്കാം. 1500 ഇൻറ്റു 3 രൂപ 50 പൈസ എന്നുള്ള എമൗണ്ട് കൊടുക്കുകയും വേണം. കൂടുതൽ കിലോമീറ്റർ ഓടിയാൽ അതിന് വീണ്ടും പണം നൽകണം. പിന്നീട് മൂന്നാമത്തെ കമ്പനിയാണ് ഇക്കോഫി ആൻഡ് ഓട്ടോവെട്ട്. ഇത് ശരിക്കും നല്ലൊരു ബ്ലേഡ് പോലെയാണെന്ന് വേണം പറയണമെങ്കിൽ. മറ്റൊന്നും കൊണ്ടല്ല, ഇത് ക്രെഡിറ്റ് സ്കോർ കുറഞ്ഞവർക്കുള്ള ഒരു സ്കീമാണ്. നമുക്കറിയാം, നമുക്കൊരു കാർ ലോണോ മറ്റു ലോൺ എടുക്കാൻ ചെല്ലുമ്പോൾ അവർ പറയും നിങ്ങൾക്ക് ലോൺ കിട്ടാൻ എലിജിബിൾ അല്ല, അത് കാരണം ഏതെങ്കിലും ഫിനാൻഷ്യൽ സ്ഥാപനത്തിനൊക്കെ സമീപിക്കണം. അപ്പോൾ നമുക്ക് അറിയാം കൃത്യമായി അവിടെ ഇൻട്രസ്റ്റ് കൂടുതലാണ്. അപ്പൊ അതുപോലെ ഇൻട്രസ്റ്റ് റേറ്റ് കൂടുന്ന പോലെ വാടക കൂടിയ ഒരു കമ്പനിയാണിത്. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ 3 രൂപ 50 പൈസ എന്നതിന് പകരം 5 രൂപ 80 പൈസയാണ് ഒരു കണക്കാക്കുന്നത്. അപ്പൊ 1500 രൂപ അല്ലെങ്കിൽ 1500 കിലോമീറ്റർ ഓടുമ്പോൾ ഏകദേശം 7700 രൂപ പ്രതിമാസം ഇവർക്ക് നൽകണം. പിന്നെ അധികം ഒരു മാസത്തിൽ വീണ്ടും കിലോമീറ്റർ ഓടിയാൽ അതിൻ്റെയും പണം നൽകണം. പിന്നെ കിലോമീറ്റർ നമ്മളല്ല ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, എത്ര കിലോമീറ്റർ ഓടിയെന്ന് വാഹനത്തിനകത്ത് നമുക്ക് കാണാൻ പറ്റാത്ത രീതിയിൽ അവർ ഡിവൈസ് ഫിക്സ് ചെയ്യും. നമ്മളുടെ വാഹനത്തെ ഡീറ്റെയിൽസ് ഏത് കമ്പനിയാണോ നമുക്ക് പേയ്മെന്റ് നൽകേണ്ടത് അവർക്ക് കൃത്യമായ ഡീറ്റെയിൽ അവർക്ക് മാസം മാസം ലഭിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഒരിക്കലും നമുക്ക് ഇതൊരു കള്ളത്തരം കാണിക്കാൻ സാധിക്കുകയില്ല. പിന്നെ വിദ്യുടെക് എന്ന് പറയുന്ന ഒരു കമ്പനിയുണ്ട്. അവരാണ് ഒരു ഏറ്റവും ലളിതമായ രീതിയിൽ എന്ന് വേണം നമുക്ക് തോന്നാൻ. മറ്റൊന്നല്ല, ഓടുന്ന കിലോമീറ്റർ അനുസരിച്ച് 3 രൂപ 50 പൈസ നൽകിയാൽ മതി. 1500 കിലോമീറ്റർ ഓടിയ അത്രേ, 100 കിലോമീറ്റർ ഓടിയ അത്രേ, അങ്ങനെയൊക്കെയാണ് അവർ പറയുന്നത്. പക്ഷെ അതിനുള്ളൊരു കുഴപ്പമല്ല, ഇങ്ങനത്തെ നല്ല സ്കീം നൽകുമ്പോൾ അവർ പറയുന്നത് അവർക്കൊരു എമൗണ്ട് ഫിക്സ്ഡ് ആയിട്ട് കൊടുക്കണം. അതായത് ഒരു അഡ്വാൻസ്, നമ്മളിപ്പോൾ ഒരു വാടകയ്ക്ക് എന്ത് സാധനം വാടകയ്ക്ക് എടുത്താലും നമുക്ക് അവരെന്ത് ചെയ്യണം, അഡ്വാൻസ് എമൗണ്ട് കൊടുക്കണം. അതുപോലെ ഒരു എമൗണ്ട് കൊടുക്കണം. ഇതിന് കൂടുതൽ ഡീറ്റെയിൽസ് കമ്പനി പുറത്തു വിട്ടില്ല, ഏകദേശം ഒരു കാര്യമാണ് വിട്ടേക്കുന്നത്. അപ്പൊ ഇതാണ് ഇത്രയും ഉള്ളൊരു കാര്യം. ഇനി മറ്റൊന്ന്, നിങ്ങൾക്ക് ഈ വാഹനം വിൽക്കണോ എന്ന് നിങ്ങൾക്ക് ആലോചിച്ച് കഴിഞ്ഞാൽ, വാഹനത്തിന് ലോൺ ഉണ്ടെങ്കിൽ ഓക്കെ, നിങ്ങൾ അത് ക്ലോസ് ചെയ്തിട്ട് നിങ്ങൾക്ക് വിൽക്കാം സാധാരണ പോലെ. ബാറ്ററിക്ക് ലോൺ ഉള്ളത് കൊണ്ട് ബാറ്ററിയുടെ എമൗണ്ട് ഫുൾ പേയ്മെന്റ് നൽകി ആ ബാറ്ററി നിങ്ങൾ വാങ്ങിച്ചതിന് ശേഷം മാത്രമേ ബാറ്ററി ഉൾപ്പെടെ വാഹനം വിൽക്കാൻ പറ്റുകയുള്ളൂ. പിന്നെ നിങ്ങൾ EMI അടച്ചില്ല എന്നുണ്ടെങ്കിൽ സാധാരണ ഒരു വാഹനത്തിന് EMI മുടങ്ങിയാൽ എന്ത് ചെയ്യും, അവരാ വാഹനം അറ്റാച്ച് ചെയ്യും. അതുപോലെ തന്നെ
നിങ്ങളുടെ വാഹനവും കമ്പനി അറ്റാച്ച് ചെയ്യും. ഈ ഫിനാൻഷ്യൽ സ്ഥാപനം നിങ്ങളുടെ വാഹനം അറ്റാച്ച് ചെയ്യാനുള്ള പെർമിഷൻ നമ്മൾ അവർക്ക് കൊടുക്കുന്നുണ്ട്. അങ്ങനെ അത്യാവശ്യം ഒരു ലോൺ എടുത്ത് കാറ് വാങ്ങുന്ന പോലെ തന്നെയാണ് ഇതും എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇതിന്റെ പ്രമുഖമായ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ വളരെ ചെലവ് കുറച്ചിട്ട് വാഹനം നമുക്ക് സ്വന്തമാക്കാൻ പറ്റും. 4,99,000 രൂപയ്ക്ക് എക്സ്-ഷോറൂം പ്രൈസ് വരുമ്പോൾ സ്വാഭാവിക 5 ലക്ഷത്തിൽ താഴെയുള്ള വാഹനമായതുകൊണ്ട് അതിന്റെ റോഡ് ടാക്സ് കുറവായിരിക്കും, ഇൻഷുറൻസ് കുറവായിരിക്കും. അപ്പോൾ ഒരു സാധാരണക്കാരനും EV എന്ന് പറയുന്ന സ്വപ്നം സാധ്യമാക്കാനാണ് ഈ ഒരു ബാസ് എന്ന് പറയുന്ന സ്കീം MG ഇറക്കിയിരിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ വില കൂടിയ വാഹനമാണ് എന്ന രീതിയിൽ നമ്മൾ ഇതിനെപ്പറ്റി ചിന്തിക്കുകയെ പോലും ഇല്ല. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് ന്യൂനതകൾ ഉണ്ടെങ്കിൽ പോലും അത് കൃത്യമായ ഡീറ്റെയിൽസ് വന്നതിന് ശേഷമേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂ എന്തൊക്കെയാണ് ഇതിനകത്ത് ഗുണവും ദോഷവും. ഒരു കസ്റ്റമർ വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവന് ഒരു 5-6 മാസത്തിന് മുന്നേ ഇതുപോലെ ഡീറ്റെയിൽസ് അറിയണ്ടേ, എന്നാലേ അവർ വാങ്ങിക്കത്തുള്ളൂ. അതിനാണ് ഇത്രയും ഡീറ്റെയിൽസ് ഇവർ പുറത്തു വിട്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഉടൻ തന്നെ ഈ സ്കീമുകളെല്ലാം പ്രാബല്യത്തിൽ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ അതിൻ്റെ കൂടുതൽ വീഡിയോകളുമായി ഞങ്ങൾ വരാം.